ഒരുപാട് നേരം നിന്ന് ചെയ്യുന്ന അടുക്കളപ്പണികളൊക്കെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് അടിപൊളി കിച്ചൺ ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പം വീഡിയോ എപ്പോഴും പറയുന്നത് പോലെ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പ്, കുക്കറിൽ നമ്മൾ ചോറോ പരിപ്പോ അല്ലെങ്കിൽ എന്ത് തന്നെ വേവിച്ചാലും ചിലപ്പം അധികമായിട്ട് വിസിൽ വന്നിട്ട് വെന്ത് പോകാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ആ പ്രഷർ കുറയ്ക്കാനായിട്ട് ഇതുപോലൊരു ബേസിനിലേക്ക് നമ്മൾ ആ കുക്കർ ഇറക്കി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പ്രഷർ പോയി കിട്ടും. ഇപ്പം ഞാൻ ഈ കുക്കറിൽ അരിയാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അധികമായിട്ട് 2-3 വിസിൽ വന്ന് അപ്പം പെട്ടെന്ന് വെന്ത് പോയി അടുക്കി പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുക്കർ ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രഷർ പെട്ടെന്ന് പോയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഷറിനുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനം ഒരുപാട് വെന്ത് പോകും. ഇതേ കണ്ടില്ലേ, നമ്മൾ വെള്ളം ഒഴിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുക്കറിനുള്ള പ്രഷർ താന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെള്ളം വറ്റി അടുക്കി പിടിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോഴും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം എന്താ ഞാൻ നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട്, അടുക്കി പിടിച്ചിട്ടില്ല കേട്ടോ. പിടിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് വെച്ചതുകൊണ്ട് നല്ലപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് അടുക്കി പിടിച്ച് പിന്നെ നമുക്കിത് ഉപയോഗിക്കാനേ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ മറക്കരുതേ. അടുത്തത് നമ്മൾ ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ എന്ത് നോൺ വെജ് ഐറ്റം ആയാലും പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം ഒരു 1/4 ടേബിൾ സ്പൂണോളം നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ, ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിക്കാനുള്ള സാധനം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പൊരിച്ച മീനൊക്കെ വാങ്ങത്തില്ല, അല്ലെങ്കിൽ പൊരിച്ച ചിക്കനൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെ ക്രിസ്പി ആകുമ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ. ഇതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ നമ്മൾ ആ ചൂടായ എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീനായാലും ചിക്കനായാലും ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. മാംസത്തിന് അധികം കട്ടിയില്ലാത്ത മീനൊക്കെ നമ്മൾ പൊരിക്കാനായിട്ട് ഇട്ടിട്ട് തിരിച്ചിടുന്ന സമയത്ത് ഉടഞ്ഞു പോകാറുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നല്ലപോലെ തന്നെ തിരിച്ചിടാനും പരസ്പരം ഒട്ടിപ്പിടിക്കാതൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്തെടുക്കുമ്പം അധികമായിട്ട് എണ്ണ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നോളൂ. അടുത്ത ടിപ്പിലേക്ക് പോകാം. സാധാരണ നമ്മൾ എറേസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി തെറ്റുമ്പോൾ മായ്ക്കാനാണല്ലേ. ഇനി എറേസർ കൊണ്ട് ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, അഴുക്ക് പിടിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കാനും നമുക്ക് ഈ എറേസർ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതിപ്പോൾ എൻ്റെ കിച്ചണിലെ സ്റ്റൗവിൻ്റെ അടുത്തുള്ള സ്വിച്ച് ബോർഡാണ് കേട്ടോ. അത്യാവശ്യം എണ്ണമെഴുക്കൊക്കെ വീണിട്ട് കറ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇതുപോലെ ഒരു എറേസർ എടുത്തിട്ട് നല്ലപോലെ നുരച്ചു കൊടുക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് ക്ലീനായി കിട്ടും. വെള്ളമൊക്കെ ഉപയോഗിച്ച് സ്വിച്ച് ബോർഡ് ക്ലീൻ ആക്കുന്നത് ഒരുപാട് അപകടമാണ്. നമ്മുടെ ആ ഒരു സ്വിച്ച് ബോർഡിനുള്ളിലേക്ക് വെള്ളമൊക്കെ പോകുകയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഇതുപോലെ ഒരു എറേസർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കാതെ നിമിഷ നേരം കൊണ്ട് തന്നെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള സ്വിച്ച് ബോർഡാണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാം. ഇതേ കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം കാണിക്കുമ്പോൾ എണ്ണമെഴുക്കും കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല നീറ്റായിട്ട് പുതിയ സ്വിച്ച് ബോർഡ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ. കുപ്പിവളകൾ ഇഷ്ടമില്ലാത്ത ആരാ ഉണ്ടാകുക അല്ലേ? പല വർണ്ണങ്ങളിലും ഡിസൈനുള്ള കുപ്പിവളകൾ നമ്മുടെയൊക്കെ കബോർഡിലുണ്ടാകും. ആദ്യമായിട്ട് കുപ്പിവള വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഈ ഒരു കുപ്പിവള ഉപയോഗിക്കാനായിട്ട് പറ്റും. ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലൊക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകുമല്ലോ. അത് ഒഴിവാക്കാനായിട്ട് നല്ല ചൂടായിട്ട് കിടക്കുന്ന ദോശത്തവയിലേക്ക് നമ്മുടെ കുപ്പിവളകൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് നോക്കും. ഒരുപാട് കാലം നമുക്കിത് പൊട്ടാണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതിനു വേണ്ടി നമുക്ക് തവ ചൂടാക്കി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ദോശയൊക്കെ ചുട്ട് കഴിയുമ്പം കുറേ നേരത്തേക്ക് ആ തവ ചൂടായി കിടക്കുമല്ലോ, ആ ഒരു കല്ലിലേക്ക് ഇതുപോലെ നമ്മുടെ വളകൾ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് വെച്ച് എടുത്താൽ മതി. ഒരുപാട് കാലം പൊട്ടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഞാൻ സ്ഥിരമായിട്ട് വള വാങ്ങുന്ന കടയിൽ അക്ക പറഞ്ഞു തന്നതാണ്. ഇതേ ടിപ്പ് തന്നെ നമ്മൾ പുതുതായിട്ട് സെറാമിക്കിൻ്റെ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടി ഗ്ലാസ്സുകളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്തും ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചൂടായി കിടക്കുന്ന തവയിലേക്ക് എല്ലാ സൈഡും ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഈട് നിൽക്കും. പെട്ടെന്നൊന്നും ഗ്ലാസ്സുകൾ പൊട്ടിപ്പോകത്തില്ല.
നമ്മൾ അടുക്കളയിലേക്ക് പൊട്ടുകടല അല്ലെങ്കിൽ കടലമാവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ പെട്ടെന്ന് തന്നെ കേടാകാറുണ്ടല്ലേ. പൊട്ടുകടലയൊക്കെ ഒരുപാട് കാലം ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഇതുപോലെ ഇട്ട് ഒന്ന് വറുത്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉളുമ്പൊന്നും വന്ന് ചീത്തയായി പോകത്തില്ല. മാത്രവുമല്ല നമുക്ക് ചട്നിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും കഴിയും. പച്ചയായിട്ട് പൊട്ടുകടല ഉപയോഗിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ട് പൊട്ടുകടല ഉപയോഗിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകത്തില്ല. മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞിക്കാട്ട വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കിച്ചണിൽ ഡെയിലി ലൈഫിന് ഉപയോഗിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്പുകളൊക്കെയാണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു മോട്ടിവേഷൻ നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.